നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മീൻകറിയാണ്. ബാച്ചലർ സ്പെഷ്യൽ കറിയാണിത്. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് മീൻകറി വെച്ച് മുൻപരിചയമില്ലെങ്കിലും നിങ്ങൾക്ക് ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണിത്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇന്ന് വാങ്ങിച്ചിരിക്കുന്നത് അയിലയാണ്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ മീൻ ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ചെറിയ മീനുകൾ, അതായത് ചാള, നത്തോലി, അങ്ങനെ ചെറിയ ചെറിയ മീനുകൾ ഏതും ഈ തരത്തിൽ കറി വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനി ഇതൊന്ന് ഉപ്പിട്ട് ഒന്ന് ഉരച്ച് കഴുകിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഉളുമ്പും ഒരു സ്മെല്ലും ഒക്കെ മാറിക്കിട്ടും. കഴുകിയ ശേഷം രണ്ടായിട്ട് മുറിക്കാം. 4 ചെറിയ ഇലയാണ് ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത്. ഏകദേശം 300 ഗ്രാം ഉണ്ടാകും. ഇനി മീൻചട്ടിയിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കല്ലുപ്പ്, ഇത്രയും ചേർത്ത് നല്ല പോലെ യോജിപ്പിക്കാം. ശേഷം ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളം ചേർത്ത് നല്ലപോലെ ഇളക്കിയ ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് നല്ലപോലെ തിളച്ച് വരട്ടെ. ഇവിടെ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം ചരിച്ച് വെച്ച് മൂടി വയ്ക്കാം, അല്ലെങ്കിൽ തിളച്ച് തൂവിപ്പോകും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീൻ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയെടുത്ത മാങ്ങയാണ്. അത് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയും മൂടി വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. അതിലേക്ക് ഇനി നമുക്ക് ഉള്ളിയാണ് ചതച്ച് ചേർക്കേണ്ടത്. അത് നല്ലപോലെ ഞെരടിയ ശേഷം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 1 തണ്ട് കറിവേപ്പിലയും കൂടെ. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. നല്ല പോലെ ചുറ്റിച്ച ശേഷം മൂടി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് 10 മിനിറ്റിന് ശേഷം കറി നമുക്ക് സെർവ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് തലക്കഷ്ണം തന്നെ എടുത്ത് നല്ല ചൂട് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചാറും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്നൊരു പിടി പിടിച്ചാൽ കുറച്ച് മീനും മാങ്ങയും എല്ലാം കൂടി കൂട്ടി ഒരു പിടുത്തം പിടിച്ചാൽ ഈ പ്ലേറ്റിലെ ചോറെന്നല്ല, നമ്മുടെ ചോറും കലത്തിലെ ചോറ് വരെ തീരണ വഴി അറിയൂല. അത്ര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ മീൻകറി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്